മുൻ മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ച കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് സമൻസ് അയച്ചു കോടതി. ഒക്ടോബർ 27 ഹാജരാകാനാണ് നിർദ്ദേശം. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. വിശദാംശങ്ങളുമായി എ ടി അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർ നടപടിയായാണോ ഈ ഒരു സമൻസ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക ഒക്ടോബർ 27 ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ണി മുകുന്ദന് സമൻസ് അയച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് മുൻ മാനേജരെ മർദ്ദിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർ നടപടിയായാണ് സമൻസ്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഉണ്ണി മുകുന്ദനെതിരെ ചുമത്തിയിരുന്നത്. മാത്രമല്ല, തെളിവുകളുടെ അഭാവവും ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരായി ഉണ്ണി മുകുന്ദൻ ജാമ്യം എടുക്കണം. ഈ ജാമ്യം എടുക്കാനുള്ള ഒരു സ്വാഭാവിക നടപടി മാത്രമാണ് ഇപ്പോൾ ഈ സമൻസ് അയക്കുക എന്നത്. ഉണ്ണി മുകുന്ദൻ 27-ാം തീയതി നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കുക എന്നതാണ് ഇതിന്റെ നടപടിക്രമം. തന്നെ മർദ്ദിച്ചെന്ന് കാണിച്ച് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ വിപിൻ കുമാറാണ് പരാതി നൽകിയിരുന്നത്. ചില CCTV ദൃശ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ഉണ്ണി മുകുന്ദൻ ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു പ്രഥമ വിവര റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ വിപിനെ മർദ്ദിച്ചതിന് തെളിവില്ലെന്ന് കാണിച്ചായിരുന്നു പോലീസിന്റെ കുറ്റപത്രവും ഉണ്ടായിരുന്നത്. ശ്രീകാർത്തിക.